നമുക്ക് ഈ മുതിർന്നവരും ഒക്കെ അയൽ വീട്ടിലും ഒക്കെ നമുക്ക് ഉപദേശം തരും. അത് അപ്പുറത്തെ വീട്ടിലെ കുട്ടി 3 വയസ്സിലല്ലേ സംസാരിച്ചു തുടങ്ങിയത്, അത് നിന്നോട്ടെ, അതൊക്കെ റെഡി ആയിക്കോളും. ഇങ്ങനെ പറയുന്ന ഒരു സാഹചര്യം, കാത്തിരുന്ന് ചിലപ്പോൾ ഒരു സമയം കഴിയുമ്പോഴായിരിക്കും നമ്മൾ പാനിക് ആവുന്നത്. വെയിറ്റ് ചെയ്യാം, നോക്കാം എന്ന് വിചാരിക്കുന്നതും ഒരു ഏർലി ഇന്റർവെൻഷനും തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയാണ് കണ്ടിരിക്കുന്നത്? ഓക്കെ, ഒരു 1.5 വയസ്സ് 2 വയസ്സായിട്ടും ആ കുട്ടി ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ല, ആ കുട്ടി മുഖത്ത് നോക്കുന്നില്ല, വിളിച്ചാൽ വിളി കേൾക്കുന്നില്ല, അതുപോലെ മറ്റു കുട്ടികളുടെ കൂടെ ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ അതൊരു റെഡ് ഫ്ലാഗായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഈ റെഡ് ഫ്ലാഗായിട്ട് കൺസിഡർ ചെയ്ത് നമ്മൾ അത് കറക്റ്റായിട്ടുള്ള പ്രൊഫഷണൽ ഹെൽപ്പ് സീക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഇങ്ങനെ ഇപ്പോൾ നാട്ടിൻപുറത്താണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലിവിങ്ങിൽ ഔട്ട്സൈഡ് ആളുകൾ പറയും, സജഷൻ കൊടുക്കും, ഓക്കെ അത് പതിയെ ശരിയായിക്കോളുമെന്ന്. പക്ഷേ അങ്ങനെ പതിയെ ശരിയാകുമ്പോൾ ആ കുട്ടിയുടെ ഓരോ ദിവസമാണ് നഷ്ടപ്പെടുന്നത്. ഓരോ ഡേയും ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഒരു കാര്യം ഒന്ന് ഓർത്ത് നോക്കേ, ഇപ്പോൾ 2 വയസ്സുള്ള കുട്ടി സംസാരിക്കുന്നില്ല, ഒരു വാക്ക് പോലും പറയുന്നില്ല. ആ ഒരു സമയത്ത് നമ്മൾ ഇപ്പോൾ ഒരു ഡോക്ടറിനെ പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നതും 4 വയസ്സായിട്ടും ആ കുട്ടി സെയിം സംസാരിക്കാതിരിക്കുന്നതും ആ 2 വർഷത്തെ ഗ്യാപ്പും കൂടെ ബ്രിഡ്ജ് ചെയ്യേണ്ടി വരികയാണ് തെറാപ്പിക്ക്, അല്ലെങ്കിൽ ആ സ്റ്റിമുലേഷന്. അപ്പോൾ എന്താണ്, ഈ തെറാപ്പിയുടെ ഇൻറ്റൻസീവ് തെറാപ്പി എടുക്കേണ്ട ദിവസങ്ങൾ കൂടും. അതുപോലെ ഈ ഒരു 2 വർഷം കുട്ടിയുടെ നിന്ന് നഷ്ടപ്പെടും.